നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ഫെബ്രുവരി 23 തിങ്കളാഴ്ച രാവിലെ 11:57 കുജൻ അഥവാ ചൊവ്വ മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു. ആയഭ്രാതൃ ദിഷതുപഗതൗ സ്ഥാനമാനാദിലാഭം എന്ന് തുടങ്ങുന്ന മാധവാചാര്യർ എഴുതിയ മാധവീയത്തിലെ ഗോചരഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകമനുസരിച്ച് ജന്മരാശിയുടെ 3, 6, 11 ഭാവങ്ങളിൽ ആദിത്യനോ കുജനോ നിൽക്കുന്ന കാലം സ്ഥാനലാഭം, മാനലാഭം, സുഖം മുതലായ ഗുണങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ഇതനുസരിച്ച് 3 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ഏപ്രിൽ 2 വരെ ഏത് നക്ഷത്രക്കാർക്കായിരിക്കും ഈ അനുഭവങ്ങൾ വരിക എന്നും പരിശോധിക്കാം. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ നേട്ടങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ഈ രാശിക്കാരുടെ 3ാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 3ാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനലാഭവും ധാരാളം വിജയങ്ങൾ ഉണ്ടാവുകയും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിജയം കൈവരിക്കുകയും ചെയ്യും. മത്സര പരീക്ഷകൾ വിജയിക്കും. ഈ കാലയളവിൽ ഏതു കാര്യമാണോ ആരംഭം കുറിക്കുന്നത് അതിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെയധികമായിരിക്കും. എല്ലാ മേഖലയിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നതായിരിക്കും. ശത്രുക്കൾക്ക് നാശം സംഭവിക്കും. സ്വർണ്ണാഭരണങ്ങൾ, വസ്തുക്കൾ എന്നിവയൊക്കെ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ധാരാളം സന്തോഷവും സംതൃപ്തിയും ഈ കാലയളവിൽ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാണ്. ഈ കൂറുകാരുടെ 6ാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 6ാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മാനലാഭവും ശത്രുക്കൾ മിത്രങ്ങളായി വരികയും സ്വർണലാഭം, ധനലാഭം, കാര്യലാഭം ഒക്കെ ഉണ്ടാവുകയും രോഗങ്ങൾ ശമിക്കുകയും എല്ലാ മേഖലയിലും വിജയം ഉണ്ടാവുകയും ധനം വർദ്ധിക്കുകയും ഫലങ്ങളാകുന്നു. ഭാഗ്യ അനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും അനുകൂലമായി മാറും. അടുത്തത് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരാകുന്നു. ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ 11ാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 11ാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭം ഉണ്ടാകും. വളരെയധികം സുഖാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ധനവരവും അതുപോലെ ഭാഗ്യ അനുഭവങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും. ആരോഗ്യം പുഷ്ടിപ്പെടും. രോഗങ്ങൾ ശമിക്കും. ഭൂമി, സ്വത്ത് മുതലായവയുടെ വർധനവും അധികാര സ്ഥാനങ്ങളിലും ഉന്നതമായ സ്ഥാനങ്ങളിലും എത്തിപ്പെടുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതായിരിക്കും. ഏപ്രിൽ 2 വരെയാണ് കുജൻ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ 3 രാശികളിലും ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഈ ചൊവ്വയുടെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.